ഇന്ന് നമ്മളൊരു പഴമയുള്ള ഒരു വീട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴഞ്ചൻ തറവാട് വീട്. ഈ വീടിന് നമ്മളൊരു 6-7 തവണയൊക്കെ ഈ വീടിന് വീഡിയോ എടുക്കാൻ നമ്മൾ പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതിന് അന്വേഷിച്ച് അവർ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് ആ ഒരു ഫ്രീയുള്ളൊരു ദിവസം ഒരു ഞായറാഴ്ചയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് ചേർക്കുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഈ വീടിൻ്റെ പെയിൻറ്റ് നിങ്ങൾ കണ്ട പെയിൻ്റ് എല്ലാം ശരിക്കാണ്. വരാനുള്ള ഉദ്ദേശമില്ല. നമ്മുടെ കാവി പോലെയൊക്കെയാണ് അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫ്രണ്ടിലൊക്കെ പഴയ കാവി തന്നെ കേട്ടോ, അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. അതതിൻ്റെ ഒരു വൈബ് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. കാരണം ഇങ്ങനത്തെ ഓടിട്ട വീട്ടിൽ നിന്നും മഴ പെയ്യുന്ന ആ ഒരു കാഴ്ച ഭയങ്കര നമുക്ക് താല്പര്യമാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കും. നമ്മളിങ്ങനെ പഴയ വീടുകൾ തന്നെ, അത് പഴയ വീട് പോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വീട് കറക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓടൊക്കെ നമ്മളെ വീടിൻ്റെ പഴയ ഓടാണ്, പുതിയ ഓടല്ല. അത് നമ്മളെ വീട് ആദ്യമായിട്ട് ഇതുവരെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു പായൽ പിടിച്ച രീതിയിലാണ് ഈ ഓടൊക്കെ ഉള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഓടിന് പെയിൻ്റ് അടിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ഓരോ വർക്കത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച കാണാം. ഉള്ളിൽ കറുപ്പ് കളറ് കാവിയാണ് നിലത്ത് പാകിയിട്ടുള്ളത്. അതിലൊന്നും അവരൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇത് ശരിക്കൊരു സിറ്റ് ഔട്ട് രൂപത്തിലാണ്. അതിൻ്റെ സിറ്റ് ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അവിടെ കർട്ടൻ ഇട്ടിട്ട് അങ്ങനെ കാണാത്ത രീതിയിലായതാണ്. ഗ്രില്ലൊക്കെ ഇട്ട് പട്ടിയൊന്നും കയറാത്ത രീതിയിൽ ചെയ്തതാണ് അവർ. ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു വീടാണ് കേട്ടോ. അതായത് പഴയ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകൾ താമസിച്ചിട്ടുണ്ടായിരിക്കും ആ വീട്ടിൽ. അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതവരുടെ ഒരു ചെറിയൊരു പൂജാ സെറ്റപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യമാണ്. അതായത് മച്ച ഉണ്ടല്ലേ നിങ്ങൾ, മുകളിൽ അടിപൊളി മച്ചാണ്. ഇതിൻ്റെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റൂമിലിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ ഒന്നും, അതായത് പകൽ സമയത്താണ് നമ്മളവിടെ കയറിയത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഈ സമയത്ത് നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിയില്ല. അത്ര ഇരുട്ടായിരിക്കും. അതാണ് ഈ മച്ചക്കുള്ള വീടിൻ്റെ. അതായത് ഇനിയിപ്പോൾ ഈ ജനൽ ഞാൻ തുറക്കാം, ജനൽ തുറന്ന് പുറത്തത്തെ കാഴ്ച ഉണ്ട്. നല്ല വെളിച്ചമുള്ള സമയമാണ്. ജനലടച്ച് നമ്മൾ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു തരത്തിൽ നമുക്ക് ഒന്നും കാണില്ല. കാരണം അത്ര ഇരുട്ടായിരിക്കും. ഏത് പകൽ സമയത്തും കയറി കടന്നുറങ്ങാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. അല്ലേ, ഇരുട്ടായി. ഇത് ഞാൻ ബ്ലാക്ക് ആക്കിയതല്ല കേട്ടോ, ഇരുട്ടാണത്. അതിനിപ്പോൾ ലൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാവും. ലൈറ്റ് ഇട്ട് ഇതാണ് ഈ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള, അതായത് പണ്ടത്തെ നമ്മുടെ ഇതാണ്, അതായത് റേഡിയോ ഒക്കെ വെച്ചിരുന്ന ഇങ്ങനത്തെ ഒരു അലമാരയാണ്, കുഞ്ഞി അലമാര. ഇതൊരു പത്തായപ്പുര പോലെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള അനുമതിയില്ല. അത് അവരുടെ ചെറിയൊരു പഴയ ഒരു ഉത്സവ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ പൂജ ചെയ്യുന്ന റൂമാണ്. ഇതാണ് മുകളിലേക്കുള്ള വഴി കേട്ടോ. ഇതിൽ കൂടിയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോവുക. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ ഭാഗത്ത്, അതായത് അടുക്കളയുടെ ഭാഗത്തേക്കുള്ള വാതിലാണ്. ഇത് ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന അതേ കോണിയാണ്. ആ കോണിയുടെ അതിൻ്റെ ആ ഒരു വാതിലിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, ഉറപ്പൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഉറപ്പാണ്. തിരുകുറ്റി വാതിലുണ്ടത്.
സ്റ്റെപ്പായിട്ട് നമ്മൾ മുകളിലേക്ക്, അതായത് 2ാം നിലയുടെ മുകളിലേക്ക് കയറണം. അതൊരു കോണി പോലെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിനുള്ള എല്ലാവിധ സേഫ്റ്റി അതിൽ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് മുകളിലേക്കുള്ള ഡോറ്. മുകളിലേക്കുള്ള ഡോറ് തുറന്നു നമ്മുടെ വീട്ടിൽ ഇതേപോലെ നേരെ കയറി നമ്മൾ പറഞ്ഞ കാണാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് ഇതിലിപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വാതിലാണ്. ഇത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതൊന്നുമല്ല, ഒരു പഴയ അടുക്കളയായിരുന്നു, അതൊരു പുതിയ രീതിയിലുള്ള അടുക്കളയാക്കി മാറ്റിയിട്ടുണ്ട്. അത് അവർ നമുക്ക് സന്തോഷമുള്ള കാര്യം, അവർ പൊളിച്ച് കളയാതെ അതിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ തന്നെ അടുക്കള ഭാഗത്ത് ഒരു ചെറിയൊരു ബാത്റൂമൊക്കെ, ഉള്ളിലൊരു ബാത്റൂം കൊടുത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാ റൂമിലുകളും ബാത്റൂമുള്ള കാലഘട്ടമാണ്. അങ്ങനെ പുറത്തേക്ക് വന്നു. ഇതാണ് അടുക്കളയുടെ പുറമെ. ഈ ഒരു പലക നിങ്ങൾ കണ്ടില്ലേ, ഇത് അവിടുത്തെ തിണ്ടാണ് കേട്ടോ. ഈ തിണ്ട് ഒറ്റ പലകയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇന്നൊന്നും ഇങ്ങനത്തെ പലകയിലൊന്നും ആരും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ വീടിന് ഞാനൊരു പലക ഇതേപോലെ കണ്ടു വെച്ചിട്ടുണ്ട്. ഈ കിണർ കണ്ടില്ലേ നിങ്ങൾ? ഈ കിണർ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് കിണർ ഒരു വെറൈറ്റി കിണറാണ്. അതിൻ്റെ വെള്ളം മുക്കണ കപ്പി നിങ്ങൾ ശ്രദ്ധിച്ചോ? കപ്പി എന്നല്ല, നമ്മളുണ്ടാക്കുന്നത് ഇതേപോലത്തെ അല്ല, തിരികുറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോഴും ഉണ്ട്. ഇത് കിണർ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള, അതായത് കിണർ പണിക്കാരിങ്ങനെ ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന രീതി ഒഴിവാക്കാൻ അങ്ങനെ ചെയ്തതാണ്. കിണറിൽ കണ്ടില്ലേ ഓരോ ചെറിയ ചെറിയ പാറകം അങ്ങനത്തെ ഇതൊക്കെ കുട്ടി മുളച്ചിട്ടുണ്ട്. ഒരു പഴഞ്ചൻ രീതിയിൽ, അതായത് എത്ര പഴക്കം ഈ വീടിനുണ്ടോ അത് ചാടൂലല്ലോ. ഈ ഒരു കിണറിന്റെ പഴക്കമുള്ള കിണർ കെട്ടിണ്ടല്ലേ. നേരെ താഴത്തോട്ടുള്ള ഇതാണ്. താഴത്തോട്ട് പതുക്കെ നല്ല സ്പീഡിൽ തന്നെ കറങ്ങി ഇറങ്ങി. ഞാൻ അവരോട് ചോദിച്ചിരുന്നു, അതായത് ഇത് ചാടി പോവുകയെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഇല്ല, കെട്ടിയിട്ടുണ്ട്, നല്ല സേഫ്റ്റി ആയിട്ട് ചാടില്ല, കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മേലേക്ക് ബക്കറ്റിൽ വെള്ളം മേലേക്ക് മുക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അവരെ തന്നെ, ആ വീട്ടുകാരെ തന്നെ ഞാൻ വിളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ കെട്ടിക്കുടുങ്ങി. അത് കെട്ടിക്കുടുങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളും കൂടി വേണം, എന്നാലേ നമുക്ക് നടക്കുള്ളൂ. ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ വെള്ളം മുക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു ഇതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു
ഇതൊക്കെ തുടിയല്ല, ഇതിൻ്റെ പേര് അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. തുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ തുടിയുടെ ഇത് എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. അതെല്ലാവർക്കും തുടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. നമ്മളെ ഉള്ളിലൊരു ബോളൊക്കെ ഇട്ടിട്ട് വെള്ളം മുക്കുന്ന സമയത്ത് ഒരു 300 മീറ്ററോളം വെള്ളം മുക്കുന്ന സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നതാണ് അവർ പറയുന്നത്. അത് 1-2 വീട്ടിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഇപ്പോൾ ഒരു വീട്ടിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഏകദേശം 30,000-40,000 രൂപേൻ്റെ അടുത്തൊക്കെ ചിലവ് വന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിലും തുടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് സാമ്പത്തികം ചിലവാക്കാത്ത ഉദ്ദേശിച്ചുള്ളത്. അത് വർക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വെയിറ്റാ. ഈ സാധനത്തിൽ പിടിച്ചതിരിക്കല്ലേ? അത് തിരിഞ്ഞു ഇതിങ്ങനെ തിരിഞ്ഞു. സംഭവം നല്ല വൈബാട്ടത്. സംഭവം അങ്ങനെ രസമാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് 70-80 വർഷത്തിന് പഴക്കമുണ്ടാവില്ലേ? ആ നല്ലൊരു കാലത്തും പറ്റില്ല. അതെ അതെ അതെ, നല്ല അടിപൊളി. കഴിക്കുമ്പോൾ വണ്ടിക്കൊരു പണി കുറയും, കംപ്ലൈൻറ്റ് കുറയും. ആ ആ അതല്ല, കേട് വരില്ല, കംപ്ലൈൻറ്റ് വരില്ല. അങ്ങനെ നമ്മൾ കിണറൊക്കെ കണ്ട് നേരെ പുറത്തേക്ക് പോവുകയാണ്. ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഒരുപാട് വീടിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും കാണാം. താങ്ക്